ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അഞ്ജലിയുടെയും അർജുൻ്റെയും ജീവിതത്തിലെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാട്ടോ. അനുപമയാണെങ്കിൽ മനസ്സിൽ പല ഗൂഢതന്ത്രങ്ങളും നെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ജീവിതമാണ് ഏറ്റവും വലുത്. എൻ്റെ ജീവിതം നന്നായിട്ട് പോകാനായിട്ട് ആരെ വേണമെങ്കിലും ഈ അനുപമ ബലി നൽകും. അതിന് അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ മകൻ അർജുൻ മരിക്കണമെങ്കിൽ അത് തന്നെ സംഭവിക്കും. നിന്റെ ആയുസ് എണ്ണിപ്പെട്ട് കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിന് ഒരു ഭീഷണിയായി നീ അഞ്ജലിയും കൂട്ടിക്കൊണ്ട് ഈ ശംഖുചക്രത്തിൻ്റെ പടി കടന്നു വരാൻ ഒരിക്കലും പാടില്ല എന്നൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്നാണ് ശംഖുചക്രത്തിലേക്ക് ഹരീന്ദ്രൻ അങ്ങോട്ട് കടന്നു വരുന്നത്. അയാൾ ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ടാണ് കേട്ടോ വരുന്നത്. എടാ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ കൊമ്പൻ ജോസ് എന്നല്ലോ ഒന്നാന്തരം പേര് കേട്ട ഗുണ്ടയാ. ഞാനാ പണ്ട് അവന് ജാമ്യത്തിൽ ഇറക്കാനായിട്ട് രാഘവനുണ്ണി സാറിനോട് റെക്കമെൻഡ് ചെയ്തത്. അവൻ്റെ റിലീസ് ലെറ്റർ ജയിലിൽ കൊണ്ടുപോയി കൊടുത്തത് ഞാനാ. അന്ന് മുതൽ ഞങ്ങൾ തിക് ഫ്രണ്ട്സ്. ഞാൻ അവനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ മുന്നും പിന്നും നോക്കാതെ അവൻ എൻ്റെ കൂടെ നിൽക്കും. അതാ ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്നൊക്കെ പറയാം. അപ്പം അനുപമ ഹരീന്ദ്രൻ പറയുന്നതല്ല ഈ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാൽ ശരിയടാ, ഞാൻ രാഘവനുണ്ണി സാറിൻ്റെ വീട്ടിലെത്തി. എനിക്ക് സാറുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് എന്ന് പറയാം. പെട്ടെന്നാണ് അനുപമ അവിടെ നിൽക്കുന്ന ഹരീന്ദ്രൻ കാണുന്നത്. ആരിത്? അനുപമ മേഡം ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാം. നമ്മൾ പിന്നെ ഇവിടെ അല്ലാതെ എവിടെ പോകാനാ ഹരീന്ദ്ര എന്ന് ചോദിക്കുകയാണ്. അല്ല, ഹരീന്ദ്രൻ കാര്യമായിട്ട് ആരോട് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്തോ ഗുണ്ടയെന്നോ വാടക കൊലയാളിന്നോ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. അനുപമ അതൊക്കെ കേട്ടോ? എന്താ കാര്യം? എന്തേലും കോളാണോ എന്ന് ചോദിക്കുക. അത് അത്ര വലിയ കാര്യമൊന്നും അല്ലെന്നേ. അതൊരു വാടക ഗുണ്ടയാ. അവൻ്റെ പേര് കൊമ്പൻ ജോസ്. പേര് കേട്ട ഗുണ്ടയാ. ഈ നാട്ടിലെ തന്നെ ഒരുമാതിരിപ്പെട്ട കൊലപാതകങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിരിക്കുന്നത് അവൻ ഒറ്റ ഒരുത്തനാ. പക്ഷെ രാഷ്ട്രീയക്കാരുടെയും അതുപോലെ തന്നെ പ്രമുഖരുടെയൊക്കെ വേണ്ടപ്പെട്ടവരായതുകൊണ്ട് തന്നെ അവനെ അങ്ങനെ അധികമൊന്നും അകത്ത് കടത്താൻ ആർക്കും പറ്റാറില്ല. ഞാനാ രാഘവനുണ്ണി സാറിനോട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞ തവണ അവനെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. അതിൻ്റെ ഒരു നന്ദി അവൻ എന്നോടുണ്ട്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ്റെ പെങ്ങൾക്ക് ഒരു പ്രണയം, ദുരഭിമാനക്കൊല നടത്തണം. അതിനു വേണ്ടിയിട്ട് എന്നോട് അവൻ സഹായം ചോദിച്ചു. ഞാൻ കൊമ്പൻ ജോസിനെ പറ്റി അവന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഞാനൊരു വാക്ക് പറഞ്ഞാൽ കൊമ്പൻ ജോസ് ആരെ വേണേലും വെട്ടുവോ കൊല്ലുവോ എന്ത് വേണേലും ചെയ്യും എന്ന് ഹരീന്ദ്രൻ നിസ്സാരമായിട്ട് പറയാൻ കേട്ടോ. എൻ്റെ ഫ്രണ്ടിന് പെങ്ങളുടെ ആ പ്രണയത്തിൽ ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇത് നടത്താനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയാം. പെട്ടെന്ന് അനുപമ ചോദിക്കും, അപ്പം ഗുണ്ടായിസവും വക്കീലിൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഗുണ്ടമാരൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ടവരല്ലേ? എത്ര നാളായി കോടതി ഞാനിങ്ങനെ കയറി ഇറങ്ങുന്നു. അവിടെ പലരും വേണ്ടപ്പെട്ടവർ തന്നെയാണ് എനിക്ക് എന്ന് ഹരീന്ദ്രൻ പറയണം. അന്നാ ഹരിയുടെ ഒരു സഹായം എനിക്ക് വേണം എന്ന് അനുപമ പറയാം. എൻ്റെ സഹായം അനുപമയ്ക്കോ? എനിക്ക് ഒരാളെ കൊല്ലണം. ഈ കൊമ്പൻ ജോസിനെ എനിക്കൊന്ന് റെഡിയാക്കി തരാനായിട്ട് ഹരീന്ദ്രന് സാധിക്കുമോ എന്ന് ചോദിക്കാം. അനുപമേ, അത് വെറുതെ ഒന്നും അവൻ വരത്തില്ല. നല്ല ചിക്കിലി ഇറക്കണം. അത് 1-2 ആയിരിക്കില്ല. അവൻ ചോദിക്കുന്നത് ആ കാശ്. അത് നമ്മൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ എന്ത് നെറുകേടിനും അവൻ കൂട്ടി നിൽക്കും. എന്താ, അവനെ ഇറക്കി ആരെ കൊല്ലാനാ അനുപമയ്ക്ക് എന്ന് ചോദിക്കാം. അതൊക്കെ ഞാൻ പറയാം. അത് പറഞ്ഞാലേ കാര്യം നടക്കൂ എന്ന് ഹരീന്ദ്രൻ അപ്പം നിർബന്ധിച്ച് പറയാം. പൈസയുടെ കാര്യം ഓർത്ത് ഹരീന്ദ്രൻ വക്കീൽ ടെൻഷൻ അടിക്കണ്ട. അത് എത്രയാണോ അത് കൃത്യമായിട്ട് ഈ അനുപമ തന്നിരിക്കും. കാര്യം നടക്കണം. ഇനി കൊല്ലേണ്ട ആള് അത് ഹരീന്ദ്രൻ വക്കീലിനെ നന്നായിട്ട് അറിയാവുന്ന ആള് തന്നെയാ. രാഘവനുണ്ണിയുടെ മകൻ അർജുൻ എന്ന് പറയാം. എന്ത്? രാഘവനുണ്ണി സാറിൻ്റെ മകനെയോ അർജുനെയോ? അനുപമേ, വിട്ടേ, ആളെ വിട്ടേ, എനിക്ക് വേറെ പണിയുണ്ട് എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുകയാണ് ഹരീന്ദ്രൻ അവിടെ നിന്നേ, ഞാനൊരു ഡീൽ അങ്ങോട്ട് പറയാം. ഹരീന്ദ്രൻ ഈ അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ ജൂനിയറായിട്ട് എത്ര വർഷമായിട്ട് ഇതിലൂടെ തേരെ പാരെ ഇറങ്ങി നടക്കുന്നു. എന്തെങ്കിലും ഒരു മുന്നേറ്റം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ അനിയൻ ഗോവിന്ദനുണ്ണി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മകൾ നീരജയുടെ കല്യാണം ഉടനെ തന്നെ നടത്താനായിട്ടാണ് ഈ വീട്ടിലുള്ളവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹരീന്ദ്രൻ പറയും, അതിന് ഇക്കാര്യം ഞാനും അറിഞ്ഞായിരുന്നല്ലോ എന്ന് ചോദിക്കാം. ഇവിടുത്തെ വെറും ജൂനിയറായിട്ട് ഉള്ള ഹരീന്ദ്രൻ ഈ കുടുംബത്തിലെ ഒരു അംഗമായി മാറിയാലത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ കുടുംബത്തിൽ രാഘവനുണ്ണിയുടെ മരുമകനായിട്ട് മാറിയാലത്തെ അവസ്ഥയെപ്പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്. നീരജയുടെ വരനായിട്ട് ഹരീന്ദ്രൻ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഹരീന്ദ്രൻ്റെ നിലയും വിലയും എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സമൂഹത്തിൽ ശംഖുചക്രത്തിൻ്റെ മരുമകൻ എന്നുള്ള സ്ഥാനം ഹരീന്ദ്രന് നേടിത്തരാൻ പോകുന്ന എന്തൊക്കെ നേട്ടങ്ങളുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അനുപമ അയാളെ മോഹിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാം. അപ്പം ഒരുപാട് മോഹങ്ങളും അത്യാർത്ഥ്യമുള്ള ഹരീന്ദ്രൻ കണ്ണും പൂട്ടി അനുപമയുടെ വാക്കുകളിൽ വീഴാണ്. അനുപമ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കാൻ നല്ല സുഖമുണ്ട്. നടന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമാണ്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ പലതും ചെയ്തു കൂട്ടാനായിട്ട് സാധിക്കും. എൻ്റെ വഴികളിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ മകൻ അർജുനാണ്. അവൻ എന്ന വൻമരം വീണ് കഴിഞ്ഞാൽ എൻ്റെ പാത പിന്നെ ക്ലിയറാ. അതിനുശേഷം ഹരീന്ദ്രന് വേണ്ട സകല സഹായങ്ങളും ചെയ്ത്
ഈ വീട്ടിലെ മരുമകളായി ഞാനിവിടെ ഉണ്ടാകും, അതും മൂത്ത മരുമകൾ. എന്താ അതുപോരെ എന്ന് ചോദിക്കാം. അപ്പം ഹരീന്ദ്രൻ അനുപമയോട് എന്തിനും കൂട്ടി നിൽക്കാം എന്നുള്ള രീതിയിൽ വാക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ അർജുനും അഞ്ജലിയും കൂടി അമ്പാടിയുടെ വീട്ടിലേക്ക് ചെല്ലുക. അപ്പം അമ്പാടിയുടെ അമ്മ പറയും, അയ്യോ രാജീവ് മോനും അഞ്ജലി വക്കീലും കൂടിയാണോ വന്നത്? അമ്പാടി ഇവിടെ ഇല്ലല്ലോ, അവൻ എവിടെ പോയി അമ്മേ? അവനെ ഞങ്ങൾ കുറേ സമയം വിളിച്ചിരുന്നല്ലോ എന്ന് ചോദിക്കാം. എനിക്കറിയില്ല മോനെ, ഇവിടെ കുഴമ്പ് ഇട്ടിരുന്ന ചെറുക്കനാ, ഒരു കോള് വന്നു, പിന്നെ അവനെ ഞങ്ങൾ കണ്ടില്ല. ദേ നോക്കിയപ്പം ഒരു വണ്ടിയിൽ കയറി അങ്ങ് പോകുന്ന കണ്ടു. എവിടെ പോയതെന്നോ ആരെ കാണാൻ പോയതാണെന്നോ ഒരക്ഷരം എന്നോടോ അവൻ്റെ ചേച്ചിയോടോ അവൻ മിണ്ടിയിട്ടില്ല എന്ന് പറയാം. അല്ല ഇതെന്താ ഈ മോൾ ആകെ നനഞ്ഞിരിക്കുന്നത് എന്ന് അഞ്ജലിയെ നോക്കിക്കൊണ്ട് ആ അമ്മ പറയാണ്. അതോ ഞങ്ങൾ ചെറുതായിട്ട് മഴയൊന്നും നനഞ്ഞു. ഇത് ചെറിയ മഴ നനഞ്ഞ ലക്ഷണമൊന്നും അല്ലല്ലോ, നല്ല രീതിയിൽ മഴ നനഞ്ഞതുപോലെ ആണല്ലോ ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല മഴയായിരുന്നു, അത് ഞങ്ങൾ നനയേണ്ടി വന്നമ്മേ. ഇവിടെ കയറി ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷായി പോകാമെന്ന് കരുതിയാ ഇങ്ങോട്ട് വന്നത്. അമ്പാടി ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ എന്നാൽ പോയേക്കുക എന്ന് പറയാം. അതെന്ത് വർത്തമാനോ രാജീവ് മോനെ ഈ പറയുന്നത്? അമ്പാടി ഇവിടെ ഇല്ലെന്ന് കരുതി നിനക്ക് എപ്പോൾ വേണേലും ഈ വീട്ടിലേക്ക് വരാനുള്ള അവകാശമില്ലേ? നീ ഇവളെയും കൂട്ടിക്കൊണ്ട് കയറി വന്നേ, നിങ്ങൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എന്തേലും കഴിച്ചിട്ട് പോയാൽ മതി എന്ന് അമ്പാടിയുടെ അമ്മ പറയാണ്. അപ്പം അഞ്ജലിയോട് അർജുൻ പറയും, അതെ നമുക്കിവിടെ തൽക്കാലം കയറി ഒന്ന് ഫ്രഷ് ആകാം, അതിനുശേഷം എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാം എന്ന് പറയാം. അപ്പം അമ്പാടിയുടെ ചേച്ചി അങ്ങോട്ട് ഇറങ്ങി വരിക. അമ്മ ആരോട് ചോദിച്ചിട്ടാ ഇവരെ രണ്ടുപേരെയും ഈ വീട്ടിലേക്ക് കയറാൻ അനുമതി നൽകിയത് എന്ന് ചോദിക്കുക. നീ എന്ത് വർത്തമാനോ മോളെ ഈ പറയുന്നത്? ദേ എൻ്റെ അനിയൻ്റെ ചോര കാണാൻ ഇടയാക്കിയത് ഇവരാ. ഈ അഡ്വക്കേറ്റ് അഞ്ജലി ഉണ്ടല്ലോ, അവരുടെ നേട്ടത്തിന് വേണ്ടി എന്ത് പ്രവൃത്തിയും ചെയ്യും. എൻ്റെ അനിയനെ കൊലയ്ക്ക് കൊടുക്കാൻ നോക്കിയതാ ഇവള്. അവളെയൊന്നും ഈ വീട്ടിലേക്ക് കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം. നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? രാജീവ് മോൻ അമ്പാടിയുടെ കൂട്ടുകാരനല്ലേ, അവനോടും അഞ്ജലി വക്കലിനോടും ഈ വീട്ടിൽ കയറരുതെന്ന് പറയാനൊന്നും എനിക്ക് പറ്റില്ല. അവരിവിടെ കയറി ഉടുപ്പൊക്കെ മാറട്ടെ, കണ്ടില്ലേ അവരുടെ ദേഹമൊക്കെ അപ്പിടെ നനഞ്ഞിരിക്കുന്നത്, ആ കൊച്ചിൻ്റെ ചുരിദാറൊക്കെ നനഞ്ഞു കുതിർന്നായിരിക്കുന്നത് എന്ന് പറയാം. ഒരു പെൺകുട്ടി ഈ കോലത്തിൽ എങ്ങനെയാ റോട്ടിലോട്ട് ഇറങ്ങുക എന്ന് വീണ്ടും പറയണം. അയക്കോ അമ്മ, എന്താണെന്ന് വെച്ചാൽ അയക്കോ, ഇതിൻ്റെ പിന്നാലെ വരുന്ന പുലിവാലും അമ്മ തന്നെ പിടിച്ചോണം. ഇപ്പം നമുക്ക് അമ്പാടിയെ കാണാനെങ്കിലും കിട്ടിയിട്ടുണ്ട്, ഇനി ഇവരുടെ കൂടെയുള്ള സഹവാസം കൊണ്ട് അവനെ എന്നേക്കുമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ട അമ്മയ്ക്കത് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ചേച്ചി അവിടെ നിന്ന് കയറിപ്പോവാം. അപ്പം അവരുടെ സംസാരമൊക്കെ കേൾക്കുമ്പം അഞ്ജലി അർജുനോട് പറയും, രാജീവ് നമുക്കിവിടെ നിൽക്കണ്ട, നമുക്ക് തൽക്കാലം എവിടേക്കെങ്കിലും പോകാം എന്ന് പറയും. കോലത്തിൽ എങ്ങനെ നമ്മൾ പുറത്തോട്ടൊക്കെ പോവുക? ഇവിടെ ആകുമ്പം അമ്പാടിയുടെ വീടാ, താൻ സുരക്ഷിതയായിരിക്കും, താൻ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക എന്ന് അർജുൻ പറയാണ് കേട്ടോ. പെട്ടെന്നാണ് നമ്മുടെ അമ്പാടി അങ്ങോട്ട് ഒരു വണ്ടിയിൽ വരുന്നത്. അത് കാണുന്ന അർജുന് സമാധാനമാവുക. എടാ നീ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു? എത്ര തവണ നിന്നെ ഞാൻ ഫോൺ വിളിച്ചു എന്ന് ചോദിക്കുക. എന്താ അളിയാ, എന്താ കാര്യം? അത് പിന്നെ അഞ്ജലിയുടെ കൈ പിടിച്ച് ഞാൻ അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയടാ എന്ന് പറയാം. അഞ്ജലിയുടെ കൈ പിടിച്ച് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നോ? നീ എന്തൊക്കെയായി വിളിച്ച് പറയുന്നത്? അഞ്ജലിയുടെ വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു. എന്ത് പ്രശ്നങ്ങൾ? എടാ നീ എന്നോട് പിണങ്ങരുത്, ഞാൻ നിന്നോടൊരു കാര്യം മറച്ചു വെച്ചിരുന്നു. ഞാനും അഞ്ജലിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞടാ എന്ന് പറയാം. അഞ്ജലി വക്കീലിനെ നീ കല്യാണം കഴിച്ചോ? എപ്പം, എങ്ങനെ എന്ന് അമ്പാടി ചോദിക്കുകയാണ്. അങ്ങനെ അവരുടെ കല്യാണം നടക്കാനുണ്ടായ സാഹചര്യങ്ങളും സമൂഹ വിവാഹത്തിൽ വെച്ച് അവർ വിവാഹിതരായതും ഒക്കെ അമ്പാടി അർജുൻ അറിയിക്കുക. എന്നാലും നിനക്ക് എന്നോട് പോലും ഒരു വാക്ക് പറയാൻ തോന്നിയില്ലല്ലോടാ എന്ന് ചോദിക്കുക. എടാ സാഹചര്യം അത് മാത്രമല്ല, പത്മയും നീയും ഒരുമിച്ച് ചേർന്നതിന് ശേഷം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ഞങ്ങൾ കരുതിയത്, പക്ഷേ ഇത് ഇങ്ങനെയായി തീരുമെന്ന് കരുതിയില്ല. ഇപ്പം എന്താ ഉണ്ടായത്? ഇപ്പം എന്തുണ്ടാവാൻ, അവളുടെ വീട്ടിൽ ഞങ്ങളുടെ കല്യാണക്കാര്യം അറിഞ്ഞു, ആകെ പ്രശ്നമായി, അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഈ കഴിഞ്ഞ രാത്രി പെരുമഴയത്ത് അവൾ ആ മുറ്റത്തിരിക്കുമായിരുന്നു, ഞാനും അവളെയും കൊണ്ട് ഇങ്ങോട്ട് പോന്നു എന്ന് പറയാം. എടാ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റുമോ? എനിക്കൊന്നും അറിയില്ലടാ. രാഘവനുണ്ണി വക്കീൽ ഒരിക്കലും അവളെ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അവളും എൻ്റെ അച്ഛൻ രാഘവനുണ്ണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനുമായിട്ടുള്ള ബന്ധം പോലും അവസാനിക്കുമെന്നുള്ള ഭയം എനിക്കിപ്പോൾ ശരിക്കും ഉണ്ട് എന്ന് പറയാണ് കേട്ടോ. പെട്ടെന്ന് അർജുനെ അനുപമ ഫോൺ വിളിക്കുകയാണ് കേട്ടോ. ഇവരെന്തിനാ എന്നെ വിളിക്കുന്നത് എന്നുള്ള രീതിയിൽ അർജുൻ കോൾ അറ്റൻഡ് ചെയ്യുക. അല്ല ഏടത്തി ഒരു വിവരം പറഞ്ഞു, പൊന്നനിയൻ കല്യാണമൊക്കെ കഴിച്ചെന്ന്. അല്ല ഭാര്യയും കൂട്ടിക്കൊണ്ട് ഈ വീട്ടിലേക്ക് വരുന്നുണ്ടോ? വരാത്തതായിരിക്കും നല്ലത്. അറിയേണ്ടവരെല്ലാം നിങ്ങളുടെ വിവാഹക്കാര്യം ഇവിടെ അറിഞ്ഞിട്ടുണ്ട്. അഡ്വക്കേറ്റ് രാഘവനുണ്ണി ഇവിടെ ഒരു വലിയ പ്രക്ഷോഭം തന്നെ നടത്തിയിട്ടിരിക്കുക എന്ന് പറയുക. അയ്യോ അച്ഛൻ അറിഞ്ഞോ എന്ന് ചോദിക്കാം. പിന്നല്ലാതെ നിന്റെ അച്ഛനും അറിയേണ്ടവരെല്ലാവരും ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊക്കെ നടക്കുമെന്ന് കണ്ടറിയാം എന്ന് പറയാം. അപ്പോൾ ഏടത്തി എന്നോട് ഇത് വിളിച്ച് പറഞ്ഞത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ലാന്ന് എനിക്ക്
വ്യക്തമായിട്ടറിയാം. ഏടത്തി ഈ അഞ്ജലിയെ പുറത്താക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടതും ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം കേട്ടോ എന്ന് അർജുനാണെങ്കിൽ അനുപമയോട് പറയാണ് കേട്ടോ. ഇവനെ വളരാൻ അനുവദിച്ചൂടാ, എത്രയും വേഗം ഇവൻ അവസാനിക്കണം. എന്തായാലും ഇനി അഞ്ജലിയുടെ കയ്യും പിടിച്ച് ഇവൻ ശംഖുചക്രത്തേക്ക് കയറി വരില്ല എന്ന് ഫോൺ കട്ടാക്കിയതിന് ശേഷം അനുപമ മനസ്സിൽ പറയാണ്, ഇപ്പോൾ അവനൊരു ഭയം വന്നു. അഡ്വക്കേറ്റ് രാഘവനുണ്ണി അറിഞ്ഞു എന്നുള്ള ഭയം. അതുകൊണ്ട് തന്നെ അവൻ എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തും. ആ സാവകാശത്തിനുള്ളിൽ അവനെ തീർക്കണം. അവനെ മാത്രമല്ല അവളെയും. രണ്ടുപേരും ഈ ലോകത്തു നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ അനുപമയുടെ വഴിയിൽ ആരും തടസ്സമായിട്ടുണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അനുപമ അവിടെ നിൽക്കുക. ഇതേ സമയം നമ്മുടെ അഞ്ജലിയുടെ വീട്ടിലാണെങ്കിലും എല്ലാവരും ആകെ ശോകമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ആഹാരം കഴിക്കാൻ പോലും ശങ്കരൻ വരുന്നില്ല. അത് കാണുന്ന ശ്യാമല പറയും, ഇതെന്താ നിങ്ങൾ ഒന്നും കഴിക്കാത്തത് എന്ന് ചോദിക്കുക. പെട്ടെന്ന് ഇന്ദ്രയുടെ അടുത്തേക്ക് വരിക. ദേ ഞാനൊരു കാര്യം പറയട്ടെ നിന്നോട്, നിന്റെ ഏട്ടൻ ആഹാരം ഒന്നും കഴിക്കുന്നില്ല എന്ന് പറയാണ്. അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? പൊന്നുമോളെ ഇറക്കി വിട്ടതിലുള്ള വേദന കൊണ്ട് ഏട്ടൻ അവിടെ സഹിച്ചിരിക്കുന്നതായിരിക്കും. വേണമെങ്കിൽ വന്ന് കഴിക്കും. അപ്പം നീയും എന്നെ കുറ്റപ്പെടുത്തുവാണോ എന്ന് ശ്യാമളയോ ഇന്ദ്രയോട് ചോദിക്കുക. കുറ്റപ്പെടുത്തിയതൊന്നുമല്ല, അവളെ ഇറക്കി വിട്ടത് എന്തായാലും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതും പറഞ്ഞുകൊണ്ട് ആഹാരം കഴിക്കാതെ നിരാഹാരം ഇരുന്നാൽ അവരവരുടെ ആരോഗ്യം തന്നെ പോകും, അത്ര തന്നെ എന്ന് പറയാം. പെട്ടെന്ന് ആര്യ അങ്ങോട്ട് വരികയാണ് കേട്ടോ. ദേ വന്നല്ലോ, ഇവളോട് പറ പോയി വിളിച്ചോണ്ട് വരാൻ എന്ന്. അപ്പം ആര്യ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ദ്ര പറയാണ്, എന്തു പറ്റി, എന്താ പ്രശ്നം അമ്മായി എന്ന് അപ്പം ശ്യാമളയോട് ആര്യ ചോദിക്കുക. മോളെ, അമ്മാവൻ ആഹാരം ഒന്നും കഴിക്കുന്നില്ല മോളെ, നീ ഒന്ന് പോയി വിളിക്കാവോ? മരുന്നൊക്കെയുള്ള മനുഷ്യനല്ലേ, ആ സമയത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിൽ എന്തേലും വയ്യായ്ക വന്നാലോ എന്ന് പറയാം. വേണ്ട, ആഹാരം കഴിക്കണ്ട. അമ്മാവന് എന്തേലും അസുഖം വന്ന് ആശുപത്രിയിലാവണമെന്ന് തന്നെയാണ് ഞാനും ഇപ്പം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് എന്ന് ആര്യ പറയണം കേട്ടോ. അത് കേൾക്കുന്ന ശ്യാമള ഞെട്ടി നിൽക്കുകയാണ്. ഇവളിത് എന്താ ഈ പറയുന്നത് എന്നുള്ള രീതിയിൽ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത്.